Turn to Luke's Gospel chapter 7 and we will look from verse 36 to 50. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന് 36-ാമത്തെ വാക്യം മുതൽ 50-ാം വാക്യം വരെ നമുക്ക് ഇന്നത്തെ ഭാഗമായിട്ട് ശ്രദ്ധിക്കാം. മെയിനായിട്ട് ഇവിടുത്തെ ഉപമ 41-ഉം 42-ഉം വാക്യങ്ങളിൽ കാണുന്ന ഉപമയാണ് മെയിനായിട്ട് നാം കാണുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള പശ്ചാത്തലവും നമ്മൾ കാണുന്നതാണ്. We will mainly look at verse 41 and 42, talking about the parable of the two debtors, and we will look at the background pertaining to that. We'll read verse 36 to begin with. 36-ാമത്തെ വാക്യം വായിക്കാം. Okay, we see that Jesus is invited by a Pharisee to have dinner with him. ഭക്ഷണം കഴിക്കുവാൻ ഒരു പരീശൻ യേശുവിനെ ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. When we hear the word Pharisee, we have only one word that comes to our mind, and that is hypocrite. പരീശൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വാക്കാണ് കപടഭക്തിക്കാരൻ. But that's not the only thing that should come to our mind. അത് മാത്രമല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത്. This group started 200 years before Jesus came into this world. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് 200 വർഷം മുമ്പാണ് ഈ ഒരു കൂട്ടം ആരംഭിച്ചത്. And they came to resist the increasing Greek influence on their culture by inviting and focusing people's attention to the studying of God's word. വർദ്ധിച്ചു വരുന്ന ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു അധിനിവേശം അത് തടയാനായിട്ടാണ് ഈ ഒരു കൂട്ടം അന്ന് ഉണ്ടായത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധയും പഠനത്തെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിലൂടെ ഈ ഒരു അധിനിവേശത്തെ തടുക്കാൻ വേണ്ടിയിട്ട്. സോ ദ ഒറിജിൻസ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഇസ് ഗുഡ്. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നല്ലൊരു ആരംഭമാണ്. The fact that Israel was still in its traditional form and culture at the time Jesus came, and the fact that they were true to the Old Testament is because of the Pharisees. യേശു ക്രിസ്തു ഒരു യഹൂദനായിട്ട് പിറക്കാൻ വേണ്ടിയിട്ട് ആ സംസ്കാരങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുവാൻ ആരാണ് കാരണമായത്? പരീശന്മാരാണ് കാരണമായത്. അതുകൊണ്ട് നമുക്ക് അവരെ അത്രയും പുച്ഛിച്ച് തള്ളേണ്ട കാര്യമില്ല. We don't have to be so rude to them or be angry at them. See, they traveled across sea and land to gain converts to Judaism. കടലും കരയും താണ്ടി മതത്തിലേക്ക് ചേർക്കുന്ന അവർ ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. നമ്മളൊന്നും ഇത് അത്രയും ചെയ്യാത്ത ആൾക്കാർ കേട്ടോ. We don't do these things as much as they did. They were focused on praying 3 times a day. ഒരു ദിവസം 3 തവണ പ്രാർത്ഥിക്കാൻ അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നു. They fasted twice a week. ഒരാഴ്ചയിൽ 2 ദിവസമാണ് അവർ ഉപവസിച്ചത്. And they attended the synagogue on the Sabbath without fail. ഒരു മുടക്കമില്ലാതെ അവർ ആരാധനാലയങ്ങളിൽ ശബത്ത് നാളിൽ കൂടി വന്നിരുന്നു. And they gave a tenth of all that they possessed. അവർക്ക് ഉള്ളതിൻ്റെ എല്ലാം ദശാംശം കൊടുത്തു. So as far as their practices are concerned, they are exemplary. Now the problem is the generation of Pharisees that were in Jesus' time were not as godly as the first generation Pharisees. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച പരീശന്മാർ അവർക്ക് മുമ്പ് വന്ന തലമുറയുടെ അത്രയും ഭക്തരല്ലായിരുന്നു. പിതാക്കന്മാരുടെ മേന്മ പറയുന്ന ഈ കണ്ടംപററി ഫാരിസീസ് ആണ് ഇവിടുത്തെ പ്രോബ്ലം. That's the problem here. These people are resting on the laurels of their fathers and they are content with that and they are behaving like this. So the Pharisee in this passage is seen in verse 40. What is the name of that man there? Shimon. Simon is the man named in this passage. So he peripherally imitated Abraham by opening his home for those who joined him. ബാഹ്യമായിട്ട് തന്നെ അബ്രഹാമിനെ അനുകരിക്കുകയാണ്. തൻ്റെ ഭവനത്തെ തുറന്നു കൊടുത്ത് ഭക്ഷണത്തിനായിട്ട് ആൾക്കാരെ ക്ഷണിച്ച് അബ്രഹാമിനെ ബാഹ്യമായിട്ട് താൻ അനുകരിക്കുന്നുണ്ട്. So along with Jesus in verse 49, we have many others in that place. There are other guests at that place. മറ്റ് അതിഥികളും ആ വീട്ടിലുണ്ട്. We do not know what prompted Simon to invite Jesus over. എന്ത് കാരണത്താലാണ് ഷീമോൻ യേശു ക്രിസ്തുവിനെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. But we know, or we have a question. Did he have the right mind and attitude towards Jesus? യേശു ക്രിസ്തുവിനോടൊരു ശരിയായ മനോഭാവവും മനസ്സും തനിക്കുണ്ടായിരുന്നു. See, right as Jesus entered the home and reclined at the table, we see the entry of a woman in this story, and that's seen in verse 37. Let's read verse 37.
ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. ഓക്കെ, വെങ്കൽ ഭരണിയുമായിട്ട് ആ ഭരണിയിൽ പരിമള തൈലമായിട്ട് ഒരു സ്ത്രീ വരുന്നു, പാപിനിയായ ഒരു സ്ത്രീ. Now there are a few things that we need to notice in here. ചില കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. Number one, a scholar named Darrell Bock says that at special meals where teachers were invited, uninvited guests could enter, sit by the walls and hear the conversation. ഡാരൽ ബോക്ക് എന്ന് പറയുന്ന ഒരു വേദ പണ്ഡിതൻ ഇപ്രകാരം ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ, അതായത് വിശിഷ്ട അതിഥികളെ ക്ഷണിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾക്കും വന്ന് ഈ ഗുരുക്കന്മാരുടെ സംഭാഷണം കേൾക്കുവാൻ, ആ ചോരൻ്റെ അടുത്ത് നിൽക്കുവാനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇവിടെ വന്നത്. ദാറ്റ്സ് വൈ ദിസ് വുമൺ ഈസ് പ്രസന്റ് അറ്റ് ദിസ് ഹോം. ആൻഡ് though Simon had invited Jesus over for dinner, he ignored 3 culturally significant expectations. കാര്യം ശരിയാണ്, ശീമോൻ യേശുവിനെ വിരുന്നിനായിട്ട് ക്ഷണിച്ചുവെങ്കിലും ആ സംസ്കാരത്തിൽ താൻ ചെയ്യേണ്ടിയിരുന്ന ആദ്യത്തെ സംസ്കാരങ്ങൾ, താൻ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, താൻ ചെയ്തില്ല. ജീസസ് ഫീറ്റ് വാസ് നോട്ട് വാഷ്ഡ്. കർത്താവിൻ്റെ കാലുകൾ താൻ കഴുകിയില്ല. സെക്കൻഡ്, ഹി വാസ് നോട്ട് ഓഫേർഡ് എ കിസ് ഓഫ് ഗ്രീറ്റിംഗ്. ശീമോൻ കർത്താവിനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചിട്ടില്ല. തേർഡ്, ഹിസ് ഹെഡ് വാസ് നോട്ട് അനോയിന്റഡ് വിത്ത് ഓയിൽ. യേശുക്രിസ്തുവിൻ്റെ തലയിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് സ്വീകരിച്ചില്ല. ഹി ഇൻവൈറ്റഡ് ജീസസ് ബട്ട് ഹി ഡിഡ്ന്റ് വെൽക്കം ജീസസ്. യേശുക്രിസ്തുവിനെ താൻ ക്ഷണിച്ചു, പക്ഷെ താൻ സ്വീകരിച്ചിരുന്നില്ല. ദർസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 തിങ്സ്. ഒരാൾ ക്ഷണിക്കുന്നതും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. Now, the text doesn't explicitly say that Simon welcomed other guests by doing these cultural expectations. But the reaction in verse 49 pretty much reveals that they got the welcome that Jesus never got. ഈ ഒരു ഭാഗം സ്പഷ്ടമായിട്ട് ശീമോൻ മറ്റ് അതിഥികളെ ഈ പ്രകാരം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് പറയുന്നില്ലെങ്കിലും 49-ാമത്തെ വാക്യത്തിൽ അവർ കാണിക്കുന്ന പ്രതികരണം സൂചിപ്പിക്കുന്നത് യേശുവിന് കിട്ടാത്തൊരു സ്വീകാര്യത അവർക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദർ കംപ്ലൈന്റ്? ഹൂ ജീസസ് തോട്ട് ഹി വാസ്? ഹൂ ഡസ് ഹി തിങ്ക് ഹി ഈസ്? താൻ ആരാണെന്നാണ് യേശുവിൻ്റെ വിചാരം എന്നുള്ളതാണ് ഈ മറ്റ് അതിഥികളുടെ ചിന്ത. Now before I just move forward, you all might be thinking that this woman came in the middle of the meal. നിങ്ങളിൽ പലരും ഇപ്രകാരമായിരിക്കും ചിന്തിക്കുന്നത്, ഈ സ്ത്രീ ഈ ഭക്ഷണത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്നുള്ളത്. അങ്ങനെയാണോ? Is that true? Look at verse 45. 45-ാമത്തെ വാക്യം ഓർക്കെ വായിച്ചേ. നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. So from the time Jesus is there, actually even before Jesus came into this room, she is already there. യേശുക്രിസ്തു ഭവനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീ അവിടെ ഉണ്ട്. ആ ഒരു റോങ് ഇംപ്രഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. Okay, let's move forward. The woman in this passage is described as one whose lifestyle is sinful in an ongoing manner. തുടർമാനമായിട്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഈ സ്ത്രീയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. And this is seen in the mention of many sins in verse 47. 47-ാമത്തെ വാക്യത്തിൽ അനേകം പാപങ്ങൾ, അല്ലെ, അനേകം പാപങ്ങൾ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. So we do not know what is the specific sin that she is involved in, as the text doesn't say anything. എന്ത് പാപമാണ് ഈ സ്ത്രീ ചെയ്തതെന്നുള്ളത് ഈ ഭാഗം വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ട് നമ്മൾ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നില്ല. And then the woman who had come to the house when she heard that Jesus came and reclined at the table, she does a few things. ചില കാര്യങ്ങൾ ഈ സ്ത്രീ ചെയ്യുന്നുണ്ട്. So let's look at verse 38. 38-ാമത്തെ വാക്യം വായിക്കാം. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി, തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. Okay. One, she stood behind his feet weeping. തന്റെ കാലിന്റെ പുറകിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിന്നു. See the Jews recline in it. അവർ പന്തിയിൽ ഇരിക്കുന്നു. They lie down and eat. അപ്പോൾ
ഒരു കിടക്കുന്ന പൊസിഷനിലാണ് യേശു ആയിരിക്കുന്നത്. ആ കാലിന് പുറകിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. അവിടെ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. Why does she cry? Sometime earlier, she had been exposed to the preaching of John, which made her extremely sorrowful regarding her sins. And she expresses her repentance over sin when she sees Jesus, who is the Son of Man, the one who is greater than John. യോഹന്നാനേക്കാൾ വലിയവനായ മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശുവിനെ താൻ കാണുമ്പോൾ ആ യേശുവിൻ്റെ അടുത്ത് താൻ തൻ്റെ മാനസാന്തരത്തെ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇവിടെ വരുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് അത് നിമിത്തം പാപത്തിൻ്റെ ഒരു ദുഃഖം തനിക്കുണ്ടായി. That's why she is crying. She has received a forgiveness and she has come to remember it. തനിക്കൊരു പാപക്ഷമ ലഭിച്ചത് താൻ ഇവിടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് താൻ വരുന്നത്. Then this weeping was sufficient enough that she began to wet his dusty feet with her tears. That is all what she had. യേശുക്രിസ്തുവിൻ്റെ പൊടി നിറഞ്ഞ കാലുകൾ കഴുകുവാൻ തക്ക നിലയിലുള്ള അത്രത്തോളം കണ്ണുനീര് ഈ സ്ത്രീ അവിടെ ഷെഡ് ചെയ്യുന്നുണ്ട്. അവൾക്ക് അത് മാത്രമേ ഉള്ളൂ. She didn't come into this home carrying a basin of water. ഈ വീട്ടിലേക്ക് ഒരു തൊട്ടി വെള്ളവുമായിട്ടല്ല താൻ വന്നത്. അത് ചെയ്യേണ്ടത് ആരായിരുന്നു? ശീമോനായിരുന്നു. ശീമോൻ അത് ചെയ്തില്ല. എന്നാൽ ഈ സ്ത്രീയുടെ കയ്യിൽ അങ്ങനെ ഒരു ബക്കറ്റില്ല, ഒരു ബാസ്ക്കറ്റില്ല. അതുകൊണ്ടാണ് താൻ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാലിനെ നനയ്ക്കുന്നത്. And then she wipes them with her hair. അവളുടെ തലമുടി കൊണ്ട് അതിനെ തുടയ്ക്കുന്നു. See, unbounding the hair in public was considered an indecent action. ഒരു സ്ത്രീ പരസ്യമായിട്ട് മുടി അഴിക്കുക എന്നുള്ളത് അത് ഒരു അരോചകരമായിട്ടുള്ള ഒരു ക്രിയയായിട്ടാണ് അന്നത്തെ യഹൂദ സമൂഹം അതിനെ കണ്ടിരുന്നത്. ഇറ്റ്സ് എൻ ഇൻഡീസെന്റ് ആക്ഷൻ. Yet she does this as she didn't come there with a towel. തുടയ്ക്കാനുള്ളൊരു തുണിയായിട്ടല്ല ഈ ഭവനത്തിലേക്ക് താൻ പ്രവേശിച്ചത്. അതുകൊണ്ട് കയ്യിലുള്ളത് എന്താണ് അത് മാത്രമേ താൻ ഉപയോഗിച്ചുള്ളൂ. She uses the most glorious part of her body to dry Jesus' feet. തൻ്റെ ശരീരത്തിലെ ഏറ്റവും തേജസ്സുള്ള ഒരു ഭാഗം ഉപയോഗിച്ച് യേശുക്രിസ്തുവിൻ്റെ കാലിനെ തുടയ്ക്കുന്നു. And the next thing, she kissed the feet of Jesus, an act which Simon should have done on Jesus' cheeks. യേശുക്രിസ്തുവിൻ്റെ കവിളിൽ ശീമോൻ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഈ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ കാലിൽ ചുംബിച്ച് ചെയ്യുന്നു. And then she brought with her an alabaster jar of perfume which was costly at that time. വളരെ വിലയേറിയ ഈ തൈലം കൊണ്ടുവന്ന് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ ഒഴിക്കുന്നു. യേശുക്രിസ്തുവിനെ ചുംബിക്കാനും യേശുക്രിസ്തുവിൻ്റെ കാലിൽ തൈലം ഒഴിക്കുവാനും താൻ തയ്യാറായിട്ടാണ് വന്നത്. പക്ഷേ തുടയ്ക്കുവാൻ താൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടൊന്നും വന്നിട്ടില്ല. So what made her do all of these things with the boldness shown here in a room filled with men? പുരുഷന്മാർ മാത്രമുള്ള ഒരു മുറി ഇത്രയും ധൈര്യത്തോടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ എന്താണ് തന്നെ പ്രേരിപ്പിച്ചത്? Let us look at what she knew about Jesus. Let's read verse 34 of this chapter. 34ാമത്തെ വാക്യം വായിക്കാം. അവിടെ എന്ത് ടൈറ്റിലാണ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? The Son of Man, മനുഷ്യപുത്രൻ. ദാനിയേൽ പ്രവചനം 7ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. The Son of Man, a title found in Daniel 7 verse 13 and 14. Jesus is that Son of Man. She knew that, number 1. And in 7 verse 50, she put her faith in Jesus, by which she could obtain forgiveness from sins. താൻ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചതിലൂടെ താൻ പാപമോക്ഷം പ്രാപിച്ചു. She was also aware of the access that Jesus provided to tax collectors and sinners who wanted to repent as the result of the preachings of both John and Jesus. യോഹന്നാന്റെയും യേശുവിൻ്റെയും പ്രസംഗത്തിൽ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന ചുങ്കക്കാരുടെയും പാപികളുടെയും അടുത്ത് യേശു കടന്നു ചെല്ലുന്നതും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു. We must notice that Jesus is not hanging around with people who wanted to continue being in sin. യേശുക്രിസ്തു പാപികളുടെ കൂടെ സഹവസിച്ചില്ലെന്ന് ചിലർ ചോദിക്കുമ്പോൾ അവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്.
പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്തല്ല യേശു സഹവസിച്ചത്. പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരുന്നവരുടെ അടുത്താണ് യേശു സഹവസിച്ചത്. He always was with people who wanted to repent of their sins. So now we come to Simon. We will look at what Simon thought about Jesus as he invited Jesus for a meal. ഭക്ഷണത്തിനായിട്ട് ശീമോൻ യേശുവിനെ ക്ഷണിക്കുമ്പോൾ ശീമോൻ എന്ത് ധാരണയാണ് യേശുവിനെ പറ്റി ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. In verse 40, what does Simon call Jesus? Guru, teacher എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. And in verse 39, Simon is doubtful on whether Jesus was a prophet. ഇദ്ദേഹം ഒരു പ്രവാചകൻ തന്നെയാണെന്നുള്ളൊരു സംശയം ശീമോനുണ്ട്. പ്രത്യേകിച്ച് ആ സംശയം യേശു പ്രവാചകനല്ല എന്നുള്ളൊരു ധാരണയിലേക്ക് താൻ എത്തുന്നത് തന്നെ ഈ സ്ത്രീയെ ഇത്ര അടുത്തേക്ക് വരുവാൻ അനുവദിച്ചു എന്നുള്ള കാരണത്താലാണ്. വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു പ്രവാചകനായിരിക്കും. ഈ സ്ത്രീ അടുത്ത് വന്നതോടുകൂടി ഇദ്ദേഹം പ്രവാചകനല്ല എന്ന ധാരണയിലേക്ക് ശീമോൻ എത്തുന്നു. And then the next thing, what normally Pharisees think about Jesus. In verse 34, here is a glutton and a drunkard. തീറ്റപ്രിയനും മദ്യപാനിയും. ഇങ്ങനെയൊക്കെയാണ് പരീശന്മാരെ യേശു ക്രിസ്തുവിനെ കണ്ടത്. This is how the Pharisees approached Jesus and looked at him. And a friend of tax collectors and sinners. Again verse 34. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. So the scenes in verse 37 and 38 are discomforting for a self-righteous Simon, and he speaks to himself. സ്വയം നീതിമാനായിട്ട് അവകാശപ്പെടുന്ന ശീമോന് ഈ 37-38 വാക്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. And he remarks that if Jesus were a prophet, he would know who is touching him and what kind of woman she is, that she is a sinner. തൻ്റെ ഉള്ളിൽ താൻ പറയുന്ന അഭിപ്രായം ഇതാണ്: ഇദ്ദേഹം ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ആരാണ് തന്നെ തൊടുന്നതെന്നുള്ളതും എപ്രകാരമുള്ളൊരു സ്ത്രീയാണെന്നുള്ളതും തനിക്ക് അറിയാമായിരുന്നു. താനൊരു പാപിയാണെന്ന് ശീമോൻ ഈ സ്ത്രീയെ പറ്റി ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. When he is remarking that thing about the woman, he doesn't see that he himself is a sinner. ശീമോൻ ഈ സ്ത്രീയെ പറ്റി ഇത്തരം ഒരു അഭിപ്രായം ഉള്ളിൽ പറയുമ്പോൾ ആ സ്ത്രീയെ പോലെ തന്നെ താനും പാപിയാണെന്നുള്ളത് താനിവിടെ ഓർക്കുന്നില്ല. While he didn't have a full-fledged sinful life that the woman had, he does have his own share of sins, less number of sins. ഈ സ്ത്രീയെ പോലെ തുടർമാനമായിട്ടുള്ളൊരു പാപജീവിതത്തിൽ ജീവിക്കുന്നതല്ലെങ്കിൽ പോലും അയാളുടെ ജീവിതത്തിലും പാപത്തിൻ്റെ ഒരു അളവുണ്ട്. അതിൻ്റെ അളവ് കുറവാണെന്നേ ഉള്ളൂ. So his act of righteousness here in inviting Jesus over for a meal, that was not of a sincere heart. യേശുക്രിസ്തുവിനെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായിട്ട് ക്ഷണിക്കുമ്പോൾ അതും ആത്മാർത്ഥതയുള്ളൊരു ഹൃദയത്തിൽ നിന്നല്ല താൻ ചെയ്യുന്നത്. He never showed any basic manners or love necessary to be shown to a guest. ഒരു അതിഥിക്ക് കൊടുക്കേണ്ട മാന്യതയുടെ ഒരു കാര്യം പോലും ശീമോൻ ഇവിടെ ചെയ്യുന്നില്ല. എബ്രഹാം did all of that. ഉൽപ്പത്തി 18 അബ്രഹാം ഇതെല്ലാം ചെയ്തു. എന്നാൽ അബ്രഹാമിന്റെ സന്തതി എന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം അത് ചെയ്യുന്നില്ല. Simon, calling himself to be a descendant of Abraham, he doesn't do all of those things that Abraham did. Now, in verse 39, Simon doubted Jesus' status of being a prophet. ഒരു പ്രവാചകനാണോ എന്നുള്ള കാര്യത്തിൽ സംശയം താൻ പ്രകടിപ്പിക്കുന്നുണ്ട്. യേശു പ്രവാചകനാണെന്നുള്ള കാര്യം ശീമോൻ ഒരു സംശയമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. And if he's doubting that, Jesus shows his deity here by answering to what Simon said in his mind. ശീമോന്റെ സംശയം ഇദ്ദേഹം പ്രവാചകനാണോ? യേശു തൻ്റെ മനസ്സിലുള്ള കാര്യം ചോദിച്ചതിലൂടെ പറഞ്ഞതിലൂടെ താൻ ദൈവമാണെന്ന് തെളിയിക്കുക. Jesus is showing his deity by revealing what Simon thought in his mind. The Pharisee has much to say or plan, but he does so only in his mind. പരീശന്മാർ അങ്ങനെ പുറമേ ഒന്നും ചെയ്ത് കാണിക്കത്തില്ല. എല്ലാം മനസ്സിലാണ് അവരുടെ ഈ പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. The answer needs a starting point after which Jesus will put the argument forth. ഒരു വാദം ഇതിന് ഉത്തരമായിട്ട് യേശു കൊടുക്കുമ്പോൾ അതിനൊരു ആരംഭം വേണം. And that starting point is the parable in which
Jesus will introduce 3 characters. ആ ഒരു ആരംഭം എവിടെയാണ്? ഒരു ഉപമയിലൂടെയാണ് യേശു അത് അവതരിപ്പിക്കുന്നത്. ഈ ഉപമയിൽ 3 കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. And these 3 characters serve as mirrors for each person in this scenario. ഈ കഥയിലെ 3 കഥാപാത്രങ്ങൾ ഈ സന്ദർഭത്തിൽ നിൽക്കുന്ന 3 പേരെ ചൂണ്ടിക്കാണിക്കുന്ന കഥാപാത്രങ്ങളാണ്. So there are 3 characters here. One, a debtor who owed 500 denarii. 500 വെള്ളിക്കാശ് കടമുള്ള ഒരു വ്യക്തി. ഈ സാഹചര്യത്തിൽ this is the woman who is in the story. ഈ ഭാഗത്ത് ഈ സ്ത്രീയാണ് ആ 500 വെള്ളിക്കാശിന് കടക്കാനായിട്ടുള്ള വ്യക്തി. And then the debtor who owed 50 denarii. 50 വെള്ളിക്കാശുള്ള ഒരു കടമുള്ള ഒരു വ്യക്തി. And that is Simon the Pharisee. And the money lender obviously in this scenario is Jesus Christ. ഇവിടെ കാശ് കിട്ടാനുള്ള ആള് യേശു ക്രിസ്തു എന്ന നിലയിൽ നമുക്കിതിനെ കാണാം. So the 2 debtors, they may have borrowed for some needs from a fellow Israelite due to some agricultural requirements. കൃഷിയുടെ കാര്യത്തിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരം ഒരു കടം വാങ്ങിക്കൽ ഉണ്ടായിരുന്നത് ഈ 2 പേരുടെയും കാര്യത്തിൽ. 500 denarii is an amount that one gets after working for 500 days. 500 ദിവസം കൂലിവേല ചെയ്താൽ കിട്ടുന്ന പൈസയാണ് 500 denarii. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു സംഖ്യയാണ്. 6 lakh rupees approximately. That's the amount of 500 denarii. 50 denarii is approximately 60,000 rupees. 60,000 രൂപയുടെ കടമാണ് രണ്ടാമത്തെ വ്യക്തിക്ക്. And the money lender in this passage is not what we call as a cutthroat interest levying banker. ബ്ലേഡ് പലിശക്കാരനായിട്ടല്ല ഈ ഒരു വ്യക്തി നമ്മൾ കാണുന്നത്. ഒരു സാധാരണ യഹൂദൻ വേറൊരാൾക്ക് കടം കൊടുക്കുന്നു. കൊള്ള നിരക്കിലോ പലിശ നിരക്കിലോ ഒന്നുമല്ല, കടം കൊടുക്കുന്നു. That's all. Now the bottom line of the story is that both persons are equally broke to pay whatever money they owed. ഈ കഥയിലെ സാരാംശം എന്ന് പറയുന്നത് ഈ 2 കൂട്ടർക്കും കടം തിരിച്ചു കൊടുക്കുവാൻ 2 പേർക്കും നിർവാഹമില്ല. 2 പേർക്കും ബാങ്കിൽ 0 ബാലൻസ് ആണ്. 0 ബാലൻസ് വരുമ്പോൾ എത്ര കടമാണെങ്കിലും എത്ര കുറവാണെങ്കിലും അതൊരു ഭാരം തന്നെയാണ്. The amount owed may be different, but they are equally unqualified before the money lender. ഈ കൊടുക്കുന്ന കാശിന്റെ കണക്കിൽ ഒരു വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. 2 പേരും ഒരുപോലെ അയോഗ്യരാണ് ഈ കടം കൊടുത്ത ആളുടെ മുമ്പിൽ. So the money lender, the gracious one in the story, bears the loss of a huge amount and forgives the debt of both debtors. 6,60,000 രൂപയുടെ കടം എഴുതി തള്ളി ഈ 2 വ്യക്തികളെ അവരുടെ കടത്തിൽ നിന്നും മോചിതരാക്കുകയാണ്. So with the story done, Jesus asks the question that would be a reality check. യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ യേശു ചോദിച്ചത്. In verse 42, 42ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഒരു ചോദ്യമുണ്ട്. Now which of them will love him more? അതൊന്ന് മലയാളത്തിൽ വായിച്ചേ. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അവരിൽ ആരാണ് അധികം സ്നേഹിക്കുന്നത്? Simon cautiously answered, I suppose the one who had the bigger debt forgiven. ഇതിൽ അധികം കടമുള്ളവനായിരിക്കും അധികം സ്നേഹിക്കുന്നത്. And Jesus says the answer is correct. വളരെ ശരിയായ ഉത്തരമാണ് ശിമോൻ തന്നത്. 43ാമത്തെ വാക്യത്തിൽ ആ ശരിയായ ഉത്തരം കൊടുക്കുന്നുണ്ട്. So the principle behind the story is that the one who is forgiven most will love most. അധികം ക്ഷമിക്കപ്പെട്ടവൻ അധികം സ്നേഹിക്കും. Simon rejected the woman and wanted Jesus to do the same. ഈ സ്ത്രീയെ ശിമോൻ തിരസ്കരിച്ചതുപോലെ യേശുവും തിരസ്കരിക്കണമെന്നുള്ളതാണ് ശിമോന്റെ ആഗ്രഹം. But Jesus calls Simon's attention to the woman and brings up the differences between these 2 people. ശിമോന്റെ ശ്രദ്ധയെ പിടിച്ച് ഈ 2 വ്യക്തികളുടെ ഇടയിലുള്ള വ്യത്യാസം യേശു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 44 മുതൽ 46 ഉള്ള വാക്യങ്ങളിൽ, from verse 44 to 46, there are some differences which Jesus points out. So let's read those 3 verses now. 44 മുതൽ 46 വരെ. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു.
നിന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ മതി. ഈ ഒരു ഭാഗം ഒന്ന് നോക്കിക്കേ. Let's look at this verse 44 properly. Jesus looks at the woman and talks to Simon. Doesn't look at Simon. Only looks at the woman and talks to Simon. എന്ന് വെച്ചാൽ അത്രയധികം അപ്രിസിയേഷൻ ആണ് ഇവിടെ യേശു കൊടുക്കുന്നത്. ശീമോന്റെ എതിരെ ഈ സ്ത്രീയെ വെച്ച് ആ സ്ത്രീ എത്രത്തോളം ചെയ്തു എന്നുള്ളതിന്റെ അപ്രിസിയേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. Jesus says that even though Simon invited Jesus to the home, the woman has outdone Simon in all her acts of devotion and love for Jesus. കാര്യം ശരിയാണ്, ശീമോനാണ് യേശു ക്രിസ്തുവിനെ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചത്. പക്ഷെ ശീമോന്റെ ഭക്തിയേക്കാൾ, സ്നേഹത്തേക്കാൾ അധികമായിട്ട് ഈ സ്ത്രീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇൻ സൈമൺസ് മൈൻഡ് ഷീ വാസ് ദ ഗ്രേറ്റസ്റ്റ് സിന്നർ. ശീമോന്റെ മനസ്സിൽ ഈ സ്ത്രീയാണ് ഏറ്റവും വലിയ പാപി. ജീസസ് സേസ് that she is the greatest lover of Jesus because she has seen her greater number of sins forgiven. 47ാമത്തെ വാക്യം നോക്കിക്കേ, verse 47 ഒന്ന് വായിച്ചേ. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, എന്നാൽ അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അധികം മോചിച്ച് കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്നവൻ അവന്റെ സ്നേഹം അല്പമേ ഉള്ളൂ. മറിച്ച് ഈ സ്ത്രീയുടെ അധികം പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ഈ സ്ത്രീ അധികം സ്നേഹിക്കുന്നു. Reaffirmation of the forgiveness of sins that Jesus gives due to the faith one places on him. ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പാപമോചനത്തിന്റെ കാര്യം ഒന്നോടൊന്ന് പറയുകയാണ് ഇവിടെ യേശു. Jesus vindicates her in front of everyone who looked at her with disdain by declaring publicly that her sins are forgiven by Jesus. അവിടെ തന്നെ ആക്ഷേപിച്ച എല്ലാവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഈ സ്ത്രീയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവരുടെ മുമ്പിൽ 48ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പരസ്യമായിട്ട് തന്നെ പറയുന്നത്. And at this point the other guests began to say among themselves, who is this who even forgives sins? പാപത്തെ ക്ഷമിക്കാൻ മാത്രം ഈ വ്യക്തി ആരാണ്? Who does he think he is? Remember that this is the second time in Luke that Jesus forgives sins. ഈ പുസ്തകത്തിൽ ഇത് 2ാം തവണയാണ് യേശു ക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നത്. ഒന്നാമത് നമ്മൾ കാണുന്നത് 5:20. In 5:20 we see that. And who is the one who receives the forgiveness there? It's the man who was let down from the roof. മേൽക്കൂര ഇടിച്ചു നിരത്തിയിട്ട് 4 പേര് ഒരു പക്ഷപാതം പിടിച്ച ഒരാളെ താഴോട്ട് ഇറക്കുന്നുണ്ട്. ആ വ്യക്തിക്കാണ് പാപമോചനം യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നത്. And the second one is this woman. Jesus, the Son of Man, has authority on earth, and he affirms her faith in him and tells her to go in peace, which she never had earlier. പാപം ക്ഷമിക്കുവാൻ ഭൂമിയിൽ അധികാരമുള്ള മനുഷ്യപുത്രനാണ് യേശു. തന്നിലുള്ള ഈ സ്ത്രീയുടെ വിശ്വാസത്തെ എല്ലാവരുടെ മുമ്പിൽ ഏറ്റു പറയുന്നുണ്ട് യേശു. സമാധാനമായിട്ട് പോകുവാനും താൻ പറയുന്നുണ്ട്. ആ നേരത്തെ സമാധാനമില്ലാത്ത സ്ത്രീക്ക് ഇപ്പോൾ യേശു ക്രിസ്തു സമാധാനം കൊടുത്തിട്ടാണ് വിടുന്നത്. She can go in peace. She can go in peace as her forgiveness will be at the cost of Jesus' life. സമാധാനമായിട്ട് തനിക്ക് പോകാം, കാരണം തൻ്റെ ക്ഷമയ്ക്കുള്ള പരിഹാരം എങ്ങനെയാണ് വരുന്നത്? യേശു ക്രിസ്തുവിൻ്റെ പ്രാണൻ ക്രൂശിൽ ഏൽപ്പിക്കുന്നതിലൂടെയാണ് വരുന്നത്. Just as Zacchaeus, she becomes a true descendant of Abraham. സക്കായിയെ പോലെ in Luke 19 we see Zacchaeus. ലൂക്കോസ് 19 സക്കായിയെ പോലെ ഈ സ്ത്രീയും അബ്രഹാമിന്റെ സന്തതിയായിട്ട് തന്നെ മാറ്റപ്പെടുകയാണ്. എന്നാൽ അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ പിറന്ന ശീമോൻ എന്ന് പറയുന്ന വ്യക്തി, what does he do? What does he have? He loses eternity. ശീമോന് ഒരു നിത്യതയെ നഷ്ടപ്പെടുന്നുണ്ട്. So let me just bring you to some lessons and applications from this passage. So the lesson number 1 comes here like this. Your love for the Lord is directly connected to your understanding of the forgiveness you received from Jesus. നമുക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ നിന്ന് ലഭിച്ച പാപമോചനം അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾക്ക് യേശുവിനോടുള്ള സ്നേഹം ആയിരിക്കുന്നത്. Often I see that most of these so-called multi-generational believers don't have the passion for Jesus, and there is absolutely zero love for the Lord.
തലമുറയായിട്ട് വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അനേകം വ്യക്തികളിൽ ഇത്തരത്തിലുള്ളൊരു ഒരു വാഞ്ച യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടില്ല. കർത്താവിനോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് കാണാൻ തക്ക രീതിയിലുള്ള തെളിവുകളും അവിടെ ഇല്ല. Having grown up in a believing home, which is a blessing in many ways, they grew up in a decent way and they are involved in a whole lot of sins which people around them do. ഒരു വിശ്വാസി കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുക എന്നുള്ളത് ഒരു അനുഗ്രഹപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അത്തരം ഒരു സാഹചര്യത്തിൽ വളരുമ്പോൾ വളരെ മാനമര്യാദയായിട്ട് നമ്മളെല്ലാവരും വളരുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനെ പോലെ അധികം പാപങ്ങളിൽ നാം ഏർപ്പെട്ടിട്ടുമില്ല. അതൊരു വാസ്തവമാണ്. Since the amount of sins they need to repent of is lesser than of someone who comes from a non-Christian background, a person who has grown up in a Christian family, their love for Jesus isn't that great. ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയുടെ പാപങ്ങളുടെ തോതും അല്ലാത്തൊരാളുടെ പാപങ്ങളുടെ തോതും കണക്കെടുക്കുമ്പോൾ ഇത് കുറവായതുകൊണ്ട് നമ്മുടെ ഇടയിൽ വളർന്ന് വലുതാകുന്ന ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ദൈവസ്നേഹം വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ദൈവസ്നേഹത്തെ തുലനം ചെയ്ത് നോക്കിയാലും വളരെ കുറവാണ്. In fact, such persons who are growing up in our churches are characterized by pride and arrogance. അഹങ്കാരത്തിൻ്റെയും ഒരു ശ്രേഷ്ഠതയുടെ ഒരു മനോഭാവത്തിൻ്റെ ഒരു ആധിക്യം നമ്മളുടെ ഇടയിൽ വളർന്നു വരുന്ന ആൾക്കാരിലുണ്ട്. ആൻഡ് സച്ച് പീപ്പിൾ ആർ നോട്ട് ബാക്ക് ബെഞ്ചേഴ്സ് ഓഫ് അവർ ചേർച്ചസ്. ഇത്തരം ആളുകൾ സത്യത്തിൽ സഭയുടെ പിന്നിലെ സീറ്റുകളിൽ ഇരിക്കുന്നവരല്ല. ഇൻഫാക്ട് ദേ ആർ ഇൻവോൾവ് ഇൻ ഓൾ ദി എക്സ്റ്റേണൽ ആക്ട്സ് ഓഫ് റൈച്ചസ്നെസ്. ബാഹ്യമായിട്ടുള്ള എല്ലാ നീതിപ്രവർത്തികളിലും അവരുടെ സാന്നിധ്യം അറിയിക്കുന്നവരാണ് ഞാൻ ഈ പറയുന്ന ആൾക്കാരെല്ലാം. ദേ ആർ അറ്റ് ദ ഫോർ ഫ്രണ്ട് ഇൻ ടേംസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. അതിഥി സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ അവർ മുൻപന്തിയിലാണ്. ജനറസ് ഗിവിങ്, കൂട്ടായ്മ കാണിക്കുന്നതിൽ വളരെ മുൻപിലാണ്. ശുശ്രൂഷ രംഗത്ത് അവർ എല്ലായിടത്തും ഉണ്ട്. ഇൻ ദ ഈഗർനെസ് ടു ലിസൺ ടു ഗോഡ്സ് വേർഡ് ജസ്റ്റ് ലൈക്ക് ദ ഫാരിസീസ് വെർ. പരീശന്മാരെ പോലെ എല്ലാ ആഴ്ചയും ദൈവവചനം കേൾക്കുവാൻ അവർ മുന്നോട്ട് വരുന്നവരാണ്. സച്ച് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ഒപ്പീനിയൻസ് ഓൺ വേരിയസ് ബിബ്ലിക്കൽ മാറ്റേഴ്സ്. ബൈബിൾ അനുശാസിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ശരിയായിട്ടുള്ള അഭിപ്രായം ഇവർക്കുണ്ട്. ബട്ട് they feel that they aren't as bad as others. മറ്റുള്ളവരെ പോലെ അത്രയ്ക്ക് മോശക്കാരല്ല എന്നുള്ളൊരു ഫീലിങ്ങും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ടു സച്ച് പീപ്പിൾ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് ദം ഓഫ് എ ഫ്യൂ തിങ്സ്. അത്തരത്തിലുള്ള ആൾക്കാർ, അതിൽ ഞാനും ഒരു സമയത്ത് പെട്ട ഒരാളായതുകൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഞാനിത് എന്നോടും കൂടെ പറയുന്നൊരു കാര്യമാണ്. One, remember that if you are like the guy who owed 50 denarii, you didn't have anything to pay back. 500 വെള്ളിക്കാശിനെ പോലെ കടക്കാരനല്ല നാമെങ്കിൽ പോലും ആ 50 വെള്ളിക്കാശ് തിരികെ കൊടുക്കുവാൻ നമുക്കൊന്നുമില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടം നമ്മളുടെ ബാങ്കിൽ 0 ബാലൻസ് ആയിരിക്കുമ്പോൾ, കയ്യിൽ ഒരു കാശും ഇല്ലാതിരിക്കുമ്പോൾ 10 രൂപ പോലും വലിയ കടമാണ്. When there is no money in our hands and there is no bank balance, even 10 rupees is a huge amount for us to pay back because we have nothing. If you think that you didn't have enough sins to repent of, remember that you are unable to pay or atone for whatever little amount of sins that are in your name. നമുക്ക് മാനസാന്തരപ്പെടുവാൻ അധികം പാപം ഇല്ലെങ്കിൽ പോലും ഉള്ളതിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് കഴിവില്ല. That's a fact. One sin means an eternity away from Jesus. ഒരു പാപം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് നിത്യത മുഴുവൻ യേശുവിൽ നിന്നുമുള്ള അകൽച്ചയാണ്. And there is something, and this is something that you can never ever pay on your own. ഒരു പാപത്തിനുള്ള പരിഹാരം പോലും നമുക്ക് സ്വയം വരുത്താൻ കഴിയുന്നൊന്നുമല്ല. It's not as though we had 20,000 in the bank and 40,000 was remaining. അതായത് 60,000 രൂപയിൽ 20,000 കയ്യിലുണ്ട്, അത് കൊടുക്കാം, ബാക്കി 40,000 ഞാൻ പിന്നെ നോക്കാം. That's not how salvation works. Either we have the full payment now, installment ആയിട്ട് salvation വർക്ക് ചെയ്യുന്നില്ല. Second thing we need to remember that it's not the number of sins that we should be focusing on. നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തു എന്നുള്ളതിലല്ല നമ്മളുടെ ശ്രദ്ധയെ നമ്മൾ പതിപ്പിക്കേണ്ടത്. ഇറ്റ്സ് ദ ഗ്രാവിറ്റി ആൻഡ് ഒഫൻസ് ദാറ്റ് ഇസ് ബിഹൈൻഡ് ഈച്ച് സിൻ ദാറ്റ് വി ഡു. നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിൻ്റെയും ആഴവും കാഠിന്യവും നമ്മൾ അറിയണം. Often
Our comparison is with a fellow church member or an unbeliever. നമ്മൾ എപ്പോഴും തുലനം ചെയ്യുന്നത് നമ്മളുടെ കൂടെ ഉള്ള മറ്റ് സഹവിശ്വാസികളോടോ അല്ലെങ്കിൽ ഒരു അവിശ്വാസികളോടോ നമ്മൾ നോക്കിയിട്ട് താരതമ്യം ചെയ്ത് ഞാൻ അവനെ പോലെ മോശക്കാരനല്ല ഇവരെ പോലെ മോശക്കാരനല്ല എന്ന് സ്വയം ആശ്വസിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. When you compare yourself to Jesus, who is holy and blameless, you will feel an increased gratitude and love for Jesus, even if you have less number of sins to repent of. നമ്മളുടെ തുലനം ചെയ്യല് വിശുദ്ധനായ നിർമ്മലനായ യേശുക്രിസ്തുവിനോട് നാം ചെയ്യുമ്പോൾ നമുക്ക് അധികം പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ ആവശ്യമില്ലെങ്കിൽ പോലും നമുക്ക് ഉള്ള പാപത്തിൽ നിന്നും നമുക്ക് പാപക്ഷമ ലഭിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുന്ന ഒരു നന്ദി, ഒരു സ്നേഹം യേശുവിനോടുണ്ടാവും. Okay, that small number will make you feel that you are the worst sinner in the world. നമ്മളുടെ ജീവിതത്തിൽ അധികം പാപങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഉള്ള അമൗണ്ട് മാത്രം മതി നമ്മൾ ഈ ലോകത്തെ എല്ലാ പാപികളിലും പ്രമാണിയാണെന്ന് പറയുവാൻ. പൗലോസ് അതല്ലേ ചെയ്തത്. ഗലാത്യ ലേഖനത്തിൽ താൻ തന്നെ ഒരു അപ്പോസ്റ്റൽ എന്ന് വിളിക്കുന്നു. പിന്നെ താൻ 1 കൊരിന്ത്യരിലേക്ക് പോകുമ്പോൾ താൻ തന്നെ അപ്പോസ്റ്റലന്മാരിൽ ഏറ്റവും the least, ചെറിയവൻ. Paul calls himself an apostle in Galatians 1, and then in 1 Corinthians 15 he calls himself as the least of all apostles. എഫീസർക്ക് ചെയ്ത ലേഖനത്തിൽ താൻ വരുമ്പോൾ he calls himself the least of all the saints. എല്ലാ വിശുദ്ധന്മാരിലും ചെറിയവരെന്ന് പറഞ്ഞിട്ട് പിന്നെ 1 തിമോഥെയോസിലേക്ക് പോകുമ്പോൾ Christ Jesus came into this world to save sinners, of whom I am the chief. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്ത് വന്നു, ആ പാപികളിൽ ഞാൻ പ്രധാനി. So see how he is seeing himself. പൗലോസ് എങ്ങനെയാണ് തന്നെ കാണുന്നത് നോക്കിയാൽ മതി. Looking at the track record that Paul talks about himself in Philippians 3, verse 4 to 6, he has very little number of sins to repent of, unlike a tax collector and a sinner. ഫിലിപ്പിയ ലേഖനം 3:4 മുതൽ 6 വരെ തന്നെ പറ്റിയുള്ള സാക്ഷ്യം പറയുന്നത് കേട്ടാൽ ഒരു ചുമക്കാരനും പാപിക്കും പറയുന്ന പാപത്തിന്റെ അത്രയും പാപങ്ങളൊന്നും തൻ്റെ പേരിലില്ല. കൺസേണിംഗ് ദ ലോ ഹി വാസ് ബ്ലെയിംലെസ്. ന്യായപ്രമാണം നിമിത്തം അഗ്രഗണ്യൻ എന്നാണ് തന്നെ പറ്റി പറയുന്നത്. ബട്ട് when he is comparing himself to Christ, when he is seeing the gravity of the sins that he did, he sees how bad of a person he is. പൗലോസ് തൻ്റെ പാപങ്ങളെ പറ്റി പറയുന്ന ഒരു പോർഷൻ 1 തിമോത്തിയോസ് 1:13, 1 Timothy 1:13. Let's read that passage. Just 3 sins there. അവിടെ 3 പാപങ്ങൾ മാത്രമേ താൻ രേഖപ്പെടുത്തുന്നുള്ളൂ. But let's read that. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരൻ, persecutor, blasphemer, injurious to others. But he sees the magnitude of God's love and Jesus' sacrifice that provided an atonement for his sins. തൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയ യേശുക്രിസ്തുവിൻ്റെ യാഗം, ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ വ്യാപ്തി താൻ കാണുമ്പോഴാണ് ഈ ചെയ്തതിൻ്റെ ആഴം എത്രത്തോളം ഭീകരമാണെന്ന് താൻ മനസ്സിലാക്കുന്നത്. സോ your love for Jesus must deepen in your progress of spiritual life as you ponder over the offense of your sins and the magnitude of God's love. In other words, as you grow older, humility is what should characterize you. നാം വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യേശുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിച്ച് വരണം. കാരണം ഞാൻ പണ്ട് ചെയ്ത പാപങ്ങളല്ലേ ഇന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം എൻ്റെ ജീവനോട് വെച്ചിരിക്കുന്നത് പോലും ഞാൻ അതിശയപ്പെട്ടു പോകുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ദോസ് തിങ്സ് ദാറ്റ് ഐ ഹാവ് ഡൺ എക്സ്റ്റേണലി, ഇറ്റ്സ് അബൌട്ട് തിങ്സ് ദാറ്റ് ഐ ഹാവ് തോട്ട്. ചിന്തിച്ച കാര്യം പോലും എത്രത്തോളം നീചമായിരുന്നു എന്നുള്ളത് ഞാൻ പണ്ടത്തെ കാര്യം വെച്ച് ഓർക്കുമ്പോൾ ഐ എം അപ്രീഷിയേറ്റിംഗ് ഗോഡ്സ് ലവ് ഫോർ മീ. That should be the progressive line of a Christian. ഒരു വിശ്വാസി പുരോഗമിക്കേണ്ടത് ഇങ്ങനെയാണ്. Then the next lesson, to those who think you are good, you must know that God sees not just what happens externally. He also sees your thoughts as well. നമ്മളെപ്പറ്റി നല്ലവരാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഓർക്കണം, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ദൈവം നോക്കുന്നത്, നമ്മളുടെ ചിന്തകളെ പോലും ദൈവം നോക്കുന്നുണ്ട്. Your jealousy, your gossip, bad thoughts are equally capable of giving you a hellfire that awaits an outright sinner. ഒരു പാപിയെ കാത്തിരിക്കുന്ന നരകത്തിന് യോഗ്യമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അസൂയ, ഏഷണി, ദുഷ്ചിന്ത, ഇതെല്ലാം ഒരു വ്യക്തിക്ക് നരകം കൊടുക്കും.
So ask the Holy Spirit to show how wretched you are, and repent of your self-righteousness and false assumption that you have regarding yourself. നമ്മളുടെ കാര്യത്തിലുള്ള തെറ്റിദ്ധാരണ മാറ്റുവാനും നമ്മളുടെ സ്വയം നീതിയെ വെളിപ്പെടുത്തുവാനും നമ്മളുടെ കുറവുകളെ കാണിക്കുവാനും നമുക്ക് പരിശുദ്ധാത്മാവിലേക്ക് നമ്മളുടെ പ്രാർത്ഥനയെ ഡയറക്റ്റ് ചെയ്യാം. And the third and final thing that I just want to say, there is no sin greater than the grace and mercy that is provided to Jesus, through Jesus. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കൃപയുടെയും കരുണയുടെയും അളവിനേക്കാൾ വലുതല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗവും. It is comforting for us. അല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കത്തില്ല. ഇരിക്കുമോ? ഒരിക്കലുമില്ല. Because the love and mercy and grace of Jesus is more than our sins, we are here. Put your faith in the Lord Jesus. ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ അർപ്പിക്കുക. ജീവിതത്തെ തൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുക. Entrust your life in Him. Live out the rest of your life in peace. സമാധാനമായിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം ജീവിക്കുക. Know that God has granted full forgiveness to you. പാപക്ഷമ പൂർണ്ണമായിട്ടും ദൈവം നിങ്ങൾക്ക് ലഭ്യമാക്കി തന്നു എന്നുള്ളതിൻ്റെ ബോധ്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും മുന്നോട്ട് ജീവിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.